ഹലോ, അസ്സലാമലൈക്കും. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശംഖുപുഷ്പം വെച്ചിട്ട് ഞാനൊരു ഫേസ് വാഷ് ഉണ്ടാക്കി കാണിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും, അതായത് പാടത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വള്ളിച്ചെടിയുടെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു ശംഖുപുഷ്പം. പക്ഷെ അതിന് കാണുമ്പോൾ ഒന്നും ഒരു വിലയില്ല, പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ ആ ഒരു ശംഖുപുഷ്പം അതുപോലെ തന്നെ അലോവേര നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേസ് വാഷ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതായത് കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുള്ളത് 20 ml ആണ് നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളത് നന്നായിട്ട് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നമുക്ക് എത്രത്തോളം തിളപ്പിക്കാൻ പറ്റുന്നതോ അത്രയും നമ്മളത് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വേണം നമ്മൾ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാൻ. അത് ഇത്രണ്ണം ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ കളറ്, ആ കളറ് എത്രത്തോളം നമുക്ക് വേണം വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5-6 പൂവ് ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ അത് അത്യാവശ്യം കളറുണ്ടായിരുന്നു, കാരണം അതിനുള്ള ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 പൂവാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലൂ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ല് ഒരുപാട് അലോവേരയുടെ ലീഫ് നമ്മൾ ജ്യൂസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ കണ്ടത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 20 ml ആണ് കറക്റ്റ് നമ്മൾ അളന്നപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസിൻ്റെ ഇത് 2 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഗ്ലിസറിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ടേബിൾ സ്പൂൺ അട്ടം ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലിസറിൻ ഇല്ല, അപ്പോൾ ഞാനിത് 2 എണ്ണമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 20 ml ജ്യൂസാണ് എന്നുണ്ടെങ്കിൽ ഒരു 30 ml ആണ് ഞാനിതിലേക്ക് ഫേസ് വാഷിൻ്റെ ബേസ് എടുക്കുന്നത്. അപ്പം അതും കൂടെ നമ്മൾ വേണം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാൻ. ഇനി ഫേസ് വാഷിൻ്റെ ബേസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെള്ളം പോലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നന്നായി എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫേസ് വാഷ് നമുക്കതിനനുസരിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സിങ്ങിലൊട്ടും കുറവ് വരുത്തരുത്. അപ്പോൾ അതായത് 20 ml ജ്യൂസും അതുപോലെ തന്നെ 30 ml ഫേസ് വാഷിൻ്റെ ബേസുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കത് അതേ സെയിം കളറ് കിട്ടിയുള്ളൂ. പക്ഷേ ഇതിൽ എനിക്കൊരു ചതി പറ്റി. ഒന്നല്ല, നമ്മൾ ഇതൊക്കെ ഇളക്കി ലാസ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ കളറായിട്ട് കിട്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, റോസ് നല്ലൊരു മണമാണല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പക്ഷെ അതിലൊരു കളറിൽ വ്യത്യാസമുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ശരിക്കും നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഫേസ് വാഷായിട്ട് നമുക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കളറിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നല്ലൊരു ശംഖുപുഷ്പത്തിൻ്റെ കളറും കിട്ടി, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തപ്പോൾ ഇത് ഇങ്ങനെ ഒരു കളറ് എന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു ഇതാണ് ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ചു കൊടുത്തപ്പോൾ ആകെ തന്നെ കളറിൽ മാറ്റം വന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നല്ലൊരു മണമാണ് കിട്ടിയത്. നമുക്ക് കളറിലൊരു മാറ്റം വന്നതെന്നുള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റിലായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ല പദം കണ്ട, അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് ഈ വീഡിയോസിൽ കാണിച്ചു തന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.